കയ്യിനാണ് അല്ലേ. അപ്പോൾ ഞങ്ങളുടെയൊക്കെ തലമുറ പണ്ട് ഇപ്പം അഴീക്കോട് മാഷിൻ്റെയും അല്ലെങ്കിൽ പിന്നെ അഴീക്കോട് മാഷ് അല്ലെങ്കിൽ ഇപ്പോൾ എം എൻ കാശ്ശേരി മാസ്റ്റർ തുടങ്ങിയ ആളുകളുടെ ഗാന്ധിയൻ തോട്ട്സുമായി ബന്ധപ്പെട്ട പ്രസംഗങ്ങളൊക്കെ കേട്ട് വായിച്ചും വളർന്ന ആൾക്കാരാണ്. ഗാന്ധിസത്തിൻ്റെ പ്രസക്തി നമ്മൾ പറയേണ്ടതില്ല. ഗാന്ധിസത്തിൻ്റെ പ്രസക്തി എക്കാലവും ഉണ്ട് എന്നുള്ളത് ബഹറിൽ ജീവിക്കുന്ന ആൾക്കാർക്കറിയാം. കാരണം ഞാൻ 92 വരുമ്പോൾ മിനിസ്ട്രിയിൽ ജോലി ചെയ്യുമ്പോൾ നമ്മളോടൊപ്പമുള്ള എഞ്ചിനീയർമാർ ആദ്യം ചോദിക്കുന്നത് നിങ്ങൾ ഗാന്ധിയുടെ നാട്ടിൽ നിന്നല്ലേ എന്നുള്ളതാണ്. ഗാന്ധിയെ പിന്നെ ഗൾഫുകാർ വായിക്കുന്നത്രയും അതിന് വേറെ പശ്ചാത്തലമുണ്ട്. അപ്പോൾ ആ പശ്ചാത്തലം ഇവിടെ പറയേണ്ടതില്ല. ഗാന്ധിയാണ് ഏറ്റവും കൂടുതൽ വായിച്ചിട്ടുള്ളത്. അതിന് ഇപ്പോഴും അവർ വായിക്കുന്നുണ്ടോ എന്നുള്ളതിൻ്റെ നിദർശനമാണ്, അല്ലെങ്കിൽ എൻ്റെ പ്രധാനപ്പെട്ട ഉദാഹരണമാണ് അൽഷോടെ കഴിഞ്ഞ വർഷം പുറത്തിറക്കിയ ഗാന്ധിയെക്കുറിച്ചുള്ള പുസ്തകം. അദ്ദേഹം ഇംഗ്ലീഷിലും അറബിക്കിലുമായി ഗാന്ധിയെ പറ്റി എഴുതിയ പുസ്തകം ഇന്ന് വായിക്കാത്ത അല്ലെങ്കിൽ അറബി ബഹറിലെ എഡ്യൂക്കേറ്റഡായ വിഭാഗത്തിൻ്റെ വായിക്കാത്ത ആളുകളല്ല. പക്ഷേ ഗാന്ധിയെ മറന്നത് നമ്മളാണ് എന്നുള്ളത്, ഇന്ത്യക്കാരാണ് ഗാന്ധിയെ മറന്നത് എന്നുള്ളത് വസ്തുത അവിടെ നിലനിൽക്കുകയാണ്. അദ്ദേഹത്തെ ഏതെങ്കിലും ഒരു കോണിൽ ഒതുക്കി നിർത്തുവാനുള്ള ശ്രമങ്ങൾ വളരെ നടക്കുന്ന ഒരു കാലഘട്ടത്താണ് നമ്മൾ ജീവിക്കുന്നത്. അദ്ദേഹത്തെ വർഗീയവാദിയായി അല്ലെങ്കിൽ ചാതുർവർണ്ണ്യം വീണ്ടും പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി ശ്രമിച്ച ആളുകളുടെ ആളായിട്ട് ഒരു വിഭാഗം അദ്ദേഹത്തെ കുടിയിരുത്താൻ ശ്രമിക്കുന്നു. അങ്ങനെ നിർത്താൻ പറ്റിയ വ്യക്തിത്വമല്ല അദ്ദേഹം. മറ്റു ചില വിഭാഗമാണെങ്കിൽ മറ്റൊരു കമ്മ്യൂണിറ്റിയെ, മുസ്ലിം കമ്മ്യൂണിറ്റിയെ അപ്പീസ് ചെയ്യാൻ ശ്രമിച്ച ആളായിട്ട് വിലയിരുത്താൻ ശ്രമിക്കുന്നില്ല. പക്ഷേ ഗാന്ധിയെ മറന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ അപജയം എന്ന് സൂചിപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിൽ, അത് കാട്ടിത്തരുന്ന ഒരു കാലഘട്ടത്തിൽ കൂടി നാം വന്നു. നമ്മൾ സാമ്പത്തികമായി നമ്മളൊരുപാട് വളർന്നിരിക്കാം. ലോകത്തിലെ 4ാമത്തെ വലിയ സാമ്പത്തിക ശക്തിയായി GDP-യുടെയോ അല്ലെങ്കിൽ വാർഷിക ഉൽപ്പാദനത്തിൻ്റെയോ അടിസ്ഥാനത്തിൽ നമ്മൾ വിവക്ഷിക്കപ്പെട്ടേക്കാം. പക്ഷേ നമ്മളുടെ ആത്മാവിനെ കണ്ടെത്തിയ ഗാന്ധി, നമ്മൾ ഇന്ത്യ എന്ന് പറയുന്നൊരു രാജ്യം എത്രയോ ആളുകൾ, എത്രയോ വൈവിധ്യങ്ങളെ, അത് സംസ്കാരത്തിലായാലും അവരുടെ വ്യവസ്ഥയിലായാലും ജീവിത രീതിയിലായാലും ഭക്ഷണത്തിലായാലും ഇത്രയും വൈവിധ്യങ്ങളുള്ള ഒരു വലിയ സമൂഹത്തെ ഒരു മാലയിലെ കണ്ണികൾ അല്ലെങ്കിൽ മാലകൾ പോലെ, ഒരു വലിയ മലയിലെ ചെറിയ പൂവുകൾ പോലെ കോർത്തിണക്കിയ ആളാണ് മഹാത്മാഗാന്ധി. അത് ഓരോരുത്തരുടെയും അസ്തിത്വം നഷ്ടപ്പെടുത്താതെ, അവരുടെ ജീവിത രീതി നഷ്ടപ്പെടുത്താതെ, അവരുടെ സാംസ്കാരിക പശ്ചാത്തലം നഷ്ടപ്പെടുത്താതെ ഒക്കെ സമന്വയിപ്പിച്ച ആളാണ് ഗാന്ധി. അദ്ദേഹത്തെ തെറ്റുകൾ പറ്റിയിട്ടുണ്ടാകാം. അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം ഏറ്റവും അവസാനം പറയുന്നതാണ് ഏറ്റവും ശരിയെന്ന്. കാരണം നവീകരണത്തിൻ്റെ അല്ലെങ്കിൽ വളരുന്നതിൻ്റെ അഭിപ്രായങ്ങൾ പുതിയതായി രൂപം കൊടുക്കുന്നതിന്